ലാവയുടെ ലാവ ഷാർക്ക് 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോൺ 8000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. അപ്പം 8000 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ നമുക്ക് ഒരു 5G ഫോൺ ലാവയുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു 5G ഫോണാണ് ലാവ ഷാർക്ക് 5G എന്ന സ്മാർട്ട് ഫോൺ. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലാവ ഷാർക്ക് 5G എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇതുപോലെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ പ്രിന്റ് ചെയ്തിട്ടുള്ള മൊബൈൽ കേസുകൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ആ ഒരു വാട്സപ്പ് നമ്പർ കാണാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ലാവ ഷാർക്ക് 5Gയിൽ 6.75 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പം HD റെസൊല്യൂഷനേ വരുന്നുള്ളൂ. പക്ഷേ 8000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇപ്പോഴത്തതിൽ നമുക്ക് ഫുൾ HD റെസൊല്യൂഷൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല, അതും ഒരു 5G ഫോണിൽ. അപ്പം HD റെസൊല്യൂഷൻ ഒരു പ്രശ്നമേ അല്ല, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഓക്കെ ആണ്. പിന്നെ LCD പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ച് ഇതിൽ വരുന്നുള്ളൂ, പഞ്ചോൾ ഡിസൈൻ വരുന്നില്ല. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ 5G സപ്പോർട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ചില കോംപ്രമൈസുകളൊക്കെ വരുത്തേണ്ടി വരും. അപ്പം അതിലുള്ള ഒരു കോംപ്രമൈസ് ആയിരിക്കും ഈ ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈൻ എന്നുള്ള കാര്യം. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പല 4G ഫോൺസിലും നമുക്ക് പഞ്ചോൾ ഡിസൈൻ കിട്ടുന്നുണ്ട്. പക്ഷേ 5G ഫോൺസിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈൻ എന്നുള്ളത് ഓക്കെ ആണ് എന്ന് പറയാവുന്നതാണ്. 90 Hz റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതും ഓക്കെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ മികച്ചത് എന്നൊന്നും പറയാൻ പറ്റില്ല. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചൊക്കെ വരുന്നുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഓക്കെ എന്ന് പറയാവുന്നതാണ്. 5G ഫോൺ ആണ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സും എന്നും പറയാവുന്നതാണ്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 200 ഗ്രാമാണ്, തിക്നെസ് വരുന്നത് 8.2 mm ആണ്. പിന്നെ IP54 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഒരു IP റേറ്റിംഗ് വരുന്നു എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഈ ഫോണിൻ്റെ സ്റ്റെല്ലാർ ബ്ലൂ അതുപോലെ തന്നെ സ്റ്റെല്ലാർ ഗോൾഡ് എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ യൂണി SoCയുടെ T765 എന്ന പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. ഇത് ബേസിക് ആയിട്ടുള്ള ഒരു 5G പ്രോസസ്സറാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ എന്നൊക്കെ തന്നെ പറയാവുന്നതാണ്. ഇപ്പം ANTUTU സ്കോർ 4 ലക്ഷം റേഞ്ചിലൊക്കെ എത്തുന്നുണ്ട്. ആ ഒരു സ്കോർ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു സ്കോറൊക്കെ തന്നെയാണ്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. എടുത്തു പറയേണ്ട കാര്യം, ഇതിൽ 5G സപ്പോർട്ടും വരുന്നുണ്ട്. അപ്പം നല്ലൊരു പ്രോസസ്സറും ഒരു 5G സപ്പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ 4GB റാമും 64GB ഇൻറ്റേർണലും ആണ് വരുന്നത്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ട് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. വെർച്വൽ റാം എന്നുള്ള ഫീച്ചറും വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാം ആയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 4GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ സിംഗിൾ സ്പീക്കർ ഇതിൽ വരുന്നുള്ളൂ. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഓക്കെയാണ്. ഇപ്പം ഇതിലും കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ ചില ഫോണുകളിൽ നമുക്ക് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ലഭിക്കുന്നുണ്ടെങ്കിലും 5G ഫോണാണ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ സിംഗിൾ സ്പീക്കർ ഓക്കെയാണ് എന്ന് പറയാവുന്നതാണ്. പിന്നെ 3.5mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ വരുന്നുണ്ട്. ആൻഡ്രോയിഡ് 15 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. ക്ലീൻ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഒക്കെ ലഭിക്കേണ്ടതാണ്. പിന്നെ ക്യാമറയുടെ കാര്യത്തിൽ ഫോണിൻ്റെ പിന്നിൽ 13 MP ഒരു ക്യാമറ സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ 5 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. അപ്പം ബേസിക് ആയിട്ടുള്ള ക്യാമറ സെറ്റപ്പാണ്. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് ഓക്കെയാണ്. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ 5000 mAh ബാറ്ററി വരുന്നുണ്ട്. 18 വാട്ട് ഫാസ്റ്റ് സപ്പോർട്ട് വരുന്നുണ്ട്. തിരക്കേടില്ലാത്തൊരു ചാർജിങ് സ്പീഡൊക്കെ തന്നെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. പിന്നെ Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഫോണിൻ്റെ ബോക്സിൽ 10 വാട്ടിൻ്റെ ചാർജറേ വരുന്നുള്ളൂ, 18 വാട്ടിൻ്റെ ചാർജർ വരുന്നില്ല. അപ്പോൾ തിരക്കേടില്ലാത്ത ബാറ്ററി സെറ്റപ്പ് വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 4GB റാം 64GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 7999 രൂപയാണ്. എന്തായാലും മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 5G സപ്പോർട്ട് കിട്ടുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറും 5G സപ്പോർട്ടും വരുന്നുണ്ട്. ഇനി ബാക്കി ഫീച്ചേഴ്സ് നോക്കുമ്പോൾ ആവറേജ് ആയിട്ടുള്ള തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സും വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പോൾ ലാവയുടെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു 5G ഫോൺ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി കോമ്പറ്റീഷനിൽ വരുന്ന ഫോണുകളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ടുള്ള കോമ്പറ്റീഷൻ വരുന്നത് പോക്കോ C75 5G അതുപോലെ തന്നെ റെഡ്മി A4 5G എന്നീ ഫോണുകളുടെ ഭാഗത്തു നിന്നാണ്. ഇപ്പം അതിലും ഏകദേശം ഇതുപോലുള്ള ഫീച്ചേഴ്സൊക്കെ തന്നെയാണ് വരുന്നത്. പക്ഷേ ആ ഫോണുകളിൽ ജിയോയുടെ 5G സിം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു പ്രശ്നം വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഫോണിൽ അങ്ങനെയല്ല, എല്ലാ 5G സിമ്മും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ കോമ്പറ്റീഷനിൽ വരുന്ന വേറൊരു ഫോൺ എന്ന് പറയുന്നത് ടെക്നോ പോപ്പ് 9 5G എന്നുള്ള സ്മാർട്ട് ഫോണാണ്. ഇപ്പം ഈ ഒരു ഫോൺ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് 8000 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ കിട്ടുന്നുണ്ട്. പക്ഷേ പലപ്പോഴും വില 9000 9500 രൂപ പ്രൈസ് റേഞ്ചിലാണ് കാണാറ്. പക്ഷേ ഇപ്പോഴത്തതിൽ 8000 രൂപ പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നുണ്ട്. ഇപ്പോഴത്തത് വെച്ച് നോക്കുമ്പോൾ അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. കാരണം അതിൽ പഞ്ചോൾ ഡിസൈനും 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ എക്സ്ട്രാ വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സൊക്കെ എക്സ്ട്രാ വരുന്നുണ്ട്.
ഇനി ഈ ഓഫർ കഴിഞ്ഞിട്ട് നമുക്ക് 9,000 രൂപ പ്രൈസ് റേഞ്ചിൽ ചിലപ്പം ആ ഒരു ഫോൺ കിട്ടിയേക്കാം. ആ ഒരു ടൈമിലും ആ ഒരു പ്രൈസ് റേഞ്ചിൽ ആ ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. പക്ഷേ വില കുറച്ചും കൂടി കൂടുന്നതായിരിക്കും. എന്തായാലും ഇപ്പോഴത്തതിൽ ടെക്നോ പോപ്പ് 9 5G കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും. ഓഫറാണ് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ലൊരു ഫോണാണ് എന്നൊക്കെ തന്നെ പറയാവുന്നതാണ്. പക്ഷേ കോമ്പറ്റീഷൻ വെച്ച് നോക്കുമ്പം എടുത്തു പറയേണ്ട എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ അങ്ങനെ ഭയങ്കര മികച്ചത് എന്നും പറയാൻ പറ്റില്ല. പിന്നെ ഇപ്പോഴത്തെ നിലവിൽ ടെക്നോ പോപ്പ് 9 5G ഒരു കോമ്പറ്റീഷനായിട്ട് വരുന്നുണ്ട്. അത് ഇതിലും ബെറ്റർ ആയിട്ടും വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ തിരക്കേടില്ലാത്തൊരു ഫോണായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഇതാണ് ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.